എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ടീച്ച് ദ യൂത്ത് ടു ടേക്ക് ഡിസിഷൻസ്, ലെറ്റ് ദം ലേൺ ത്രൂ ദിയർ മിസ്റ്റേക്സ്. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഹെഡിങ് ആണ് അല്ലേ? അതായത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു നമ്മുടെ ചെറുപ്പക്കാരെ അല്ലെങ്കിൽ കുട്ടികളെ നേതാക്കന്മാരായി വളർത്തിയെടുക്കാനായിട്ട് മുതിർന്നവർ തീർച്ചയായിട്ടും പരിശ്രമിക്കണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെ വീട്ടിലെ കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് തീരുമാനം എടുക്കുന്നത് ആരാണ്? നമ്മളാണോ അവരാണോ? അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു പൊതുവെയുള്ളൊരു ശീലമാണ്. അതായത് താൻ ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റും. അതുകൊണ്ട് ആ ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാനായിട്ട് ഞാൻ തന്നെ ആയിരിക്കും തനിക്ക് വേണ്ടിയിട്ട് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. എത്രമാത്രം ഇന്നത്തെ കാലത്ത് ഒരു പക്ഷേ ഒരു വ്യത്യാസം ഉണ്ടാകാം. എന്നാലും ഇപ്പോഴും പല മാതാപിതാക്കളും ശരിക്കും പറഞ്ഞാൽ അവരുടെ കുട്ടി എന്ത് കഴിക്കണം, എന്ത് പഠിക്കണം, എന്തായി തീരണം എന്ന് തീരുമാനിക്കുന്നത് ഒട്ടുമിക്ക മാതാപിതാക്കൾ തന്നെയാണ്. അത് അവരുടെ ഒരു ആഗ്രഹമായിരിക്കാം. പക്ഷെ ആ കുട്ടിക്ക് ഒരുപക്ഷെ അതിലായിരിക്കില്ല കൂടുതൽ അഭിരുചിയുള്ളത് അല്ലെങ്കിൽ കൂടുതൽ കഴിവുള്ളത്. അതിനെ കണ്ടെത്താനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ശ്രമിക്കുന്നുണ്ടോ? ഇത് ഞാനായിട്ട് ഉപദേശിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ മാതാപിതാക്കളും തീർച്ചയായിട്ടും കേൾക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നാളെ ഒരു കാലത്ത് നമ്മുടെ കുട്ടി ഒരു തീരുമാനം എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അന്ന് നമ്മൾ ഇല്ലെങ്കിൽ ആ തീരുമാനം ആരെടുക്കും? അപ്പോൾ തീർച്ചയായിട്ടും ചെറിയ പ്രായം മുതൽ തന്നെ തീരുമാനമെടുക്കേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ അത് ആ ഒരു സിറ്റുവേഷനിലേക്ക് അവരെ കൊണ്ടുവരികയും തീരുമാനം എടുക്കാനുള്ള കഴിവ് വളർത്തിയെടുക്കുക എന്നുള്ളത് വളരെ എന്താ പറയുന്നത് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ അവരെ പറഞ്ഞ് പേടിപ്പിക്കാറുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു തീരുമാനം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിന്റെ ഭാവി ഇല്ലാതെയാകും, നീ തോറ്റുപോകും. ശരിക്കും പറഞ്ഞാൽ തോൽവിയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ തോൽക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കണം എന്നല്ല പറയുന്നത്. പക്ഷേ തോറ്റു കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിൽ നിന്നും ഒരു പാഠം അവർക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ആ തീരുമാനങ്ങൾ അവരോട് തന്നെ അറ്റ്ലീസ്റ്റ് ഒന്ന് ചോദിക്കുക. എന്തെങ്കിലും നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുന്ന പ്രസ്ഥാനത്ത് ഒരു തീരുമാനം എടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സമയം വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള ചെറുപ്പക്കാരോടും കൂടി കാര്യങ്ങൾ ചോദിക്കുക. അപ്പോഴായിരിക്കും തീർച്ചയായിട്ടും അവർക്ക് ചിന്തിക്കാനുള്ള ഒരു കഴിവ് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പാഠമാണ് കുട്ടികളെ അല്ലെങ്കിൽ ചെറുപ്പക്കാരെ ചിന്തിക്കാനായിട്ട് അവരുടെ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കഴിവ് വളർത്തിയെടുക്കുക എന്നുള്ളത്. കാരണം തീർച്ചയായിട്ടും നാളെ ഒരു കാലത്ത് നേതാവായി കഴിഞ്ഞാൽ അവർക്ക് എടുക്കേണ്ടി വരുന്ന പല പല തീരുമാനങ്ങളുണ്ടാകും. അപ്പോൾ ഈ രീതിയിൽ അവരെ നമുക്ക് സ്വയം പ്രാപ്തരാക്കാനായിട്ട് പരമാവധി ശ്രമിക്കാം. നമ്മളിലെ ഓരോ മുതിർന്നവരും കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണത്. അങ്ങനെ ചെയ്ത് നമുക്ക് നമ്മുടെ ചെറുപ്പക്കാരെ അല്ലെങ്കിൽ കുട്ടികളെ നല്ല നേതാക്കന്മാരായി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.